നമസ്കാരം, ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. തിരുവോണം ആഘോഷത്തിമിർപ്പിലാക്കാനുള്ള ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലമർന്ന് നാടും നഗരവും. കല്ലൂർ മാവിൻ ചുവടിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ 2 പേർക്ക് പരിക്കേറ്റു. കൊടകര അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രത്തിൽ നിർമ്മിച്ച വൃന്ദാവൻ പാർക്ക് കുട്ടികൾക്കായി തുറന്നു. ഓറ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പുതിയ സ്ഥാപനത്തിന്റെ ശിലാസ്ഥാപന കർമ്മം തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ നിർവഹിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. ഓണവിശേഷങ്ങളുമായി പൊന്നോണം വരവായി. മലയാളം ചൊല്ലും നാട് കരനീളെ തുമ്പപ്പൂവ് ചിരി തൂകി പഴമകളിരിലെ തിരുവോണം വിടര പൊന്നോണം വരവായി. തിരുവോണം ആഘോഷത്തിമിർപ്പിലാക്കാനുള്ള ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലമർന്ന് നാടും നഗരവും. ഓണസദ്യയും ഓണക്കോടിയും ഒരുക്കാനുള്ള അവസാനവട്ട ഓട്ടത്തിന്റെ കാഴ്ചകളായിരുന്നു എങ്ങും. നാടൊട്ടുക്കും ഓണാഘോഷത്തിന്റെ അവസാനവട്ട ഒരുക്കങ്ങളിലൂടെ കടന്നുപോയി. തിരുവോണത്തിനുള്ള ഒരുക്കങ്ങൾ അവസാനിക്കുന്നത് ഉത്രാടനാളിലെ ഉത്രാടപ്പാച്ചിലോടെയാണ്. ഉത്രാട ദിനത്തിലെ ഈ ഒരുക്കങ്ങൾ പലവിധമാണ്. സദ്യ വിളമ്പാനുള്ള ഇല മുതൽ ഓണക്കോടി വരെയെടുക്കാൻ ആളുകൾ ഈ ദിവസം പുറത്തേക്കിറങ്ങി. ഓണത്തിന് വേണ്ടതെല്ലാം വാങ്ങിക്കൂട്ടുന്നത് തിരുവോണത്തിന്റെ തലേ ദിവസമായ ഉത്രാട ദിനത്തിലാണ്. ഈ തിടുക്കമുള്ളതുകൊണ്ടാണ് ഈ ദിവസത്തെ തിരക്കിനെ ഉത്രാടപ്പാച്ചിൽ എന്ന് പേരിട്ട് വിളിക്കുന്നത്. സദ്യവട്ടങ്ങൾ തയ്യാറാക്കാനുള്ള ഒരുക്കങ്ങൾ മാത്രമല്ല, അത്തം മുതൽ ആരംഭിക്കുന്ന പൂക്കളമിടിയിൽ അവസാനിക്കുന്നതും ഉത്രാട ദിനത്തിലാണ്. അതുകൊണ്ട് ഉത്രാട ദിനത്തിൽ വലിയ പൂക്കളമൊരുക്കിക്കൊണ്ടാണ് തിരക്കുകൾ ആരംഭിക്കുന്നത് തന്നെ. അതുപോലെ തന്നെ ഓണസദ്യയിലേക്ക് വേണ്ട ചില വിഭവങ്ങൾ തയ്യാറാക്കി വെക്കുന്നതും ഉത്രാട ദിന രാത്രിയിലാണ്. പുളിയിഞ്ചി, അച്ചാറുകൾ, പലഹാരങ്ങൾ, ഉപ്പേരി ഇവയൊക്കെ ഉത്രാട ദിനത്തിലാണ് വീടുകളിൽ തയ്യാറാക്കുന്നത്. അത്തം തുടങ്ങിയാൽ എപ്പോൾ വേണമെങ്കിലും ഓണക്കോടിയും പലവ്യഞ്ജനങ്ങളും വാങ്ങാമെങ്കിലും അത് ഓണം പടിവാതിക്കൽ എത്തിയിട്ട് വാങ്ങണമെന്ന് ഭൂരിഭാഗം ആളുകൾക്കും നിർബന്ധമാണ്. ഓണവിപണിയുടെ തിരക്ക് പരിപൂർണതയിൽ എത്തുന്നതും ഉത്രാട ദിവസമാണ്. വഴിയോര കച്ചവടക്കാരും പച്ചക്കറി മാർക്കറ്റും തുടങ്ങി ഓണസദ്യ ഒരുക്കി നൽകുന്ന ഹോട്ടലുകൾ വരെ സജീവമായി കഴിഞ്ഞു. ഇനി തിരുവോണ ദിവസം എത്തിയാൽ മാത്രം മതി. ആയിരക്കണക്കിന് കുഞ്ഞു പൂക്കൾ നിറച്ച പൂത്താലം നീട്ടി ഓണത്തെ വരവേൽക്കുകയാണ് മലയോരത്തുള്ള ചാറ്റിലാം പാടം. മറ്റത്തൂർ, കൊടകര, കോടശ്ശേരി പഞ്ചായത്തുകൾ അതിരിടുന്ന മലയുടെ താഴ്വാരത്തെ പാടവരമ്പുകളിലും തോട്ടിറമ്പുകളിലും പതിവ് തെറ്റിക്കാതെ ഇത്തവണയും ഓണത്തെ വരവേറ്റ് പൂക്കൾ നിറഞ്ഞിട്ടുണ്ട്. തുടർച്ചയായി പെയ്യുന്ന മഴ പൂക്കളുടെ നിറശോഭയ്ക്ക് തെല്ലുമങ്ങലേൽപ്പിച്ചിട്ടുണ്ടെങ്കിലും എണ്ണത്തിൽ കുറയാതെയാണ് ഇവ പൂത്തു നിൽക്കുന്നത്. പശ്ചിമഘട്ടത്തിൽ വർഷം മുഴുവനും ഈർപ്പം നിലനിൽക്കുന്ന മണ്ണിൽ വളർന്നു പുഷ്പിക്കുന്ന ഇംപേഷ്യൻസ് ചൈനൻസിസ് വിഭാഗത്തിൽപ്പെട്ട ചെടികളിലാണ് ഈ പൂക്കൾ ഉണ്ടാകുന്നത്. മലഞ്ചെരുവിൽ നിന്ന് ഉത്ഭവിച്ച് വിസ്തൃതമായ ചാറ്റിലാംപാടത്തിന് നടുവിലൂടെ ഒഴുകി കുഴിക്കാണിത്തോട്ടിൽ ചേരുന്ന കൈത്തോടിന്റെ ഇരുവശങ്ങളിലുമായാണ് ഈ ഇനത്തിലെ 100 കണക്കിന് ചെടികളുള്ളത്. വയലറ്റ് കലർന്ന നീളമേറിയ ഇലകളാണ് ഈ ചെടികൾക്ക്. പരമാവധി 40 സെന്റിമീറ്ററോളം ഉയരത്തിൽ വളരുന്ന ഇവയുടെ പൂക്കൾക്ക് പിങ്ക് നിറമാണ്. കാശിത്തുമ്പ പൂക്കളോട് സാമ്യമുള്ള ഇവയ്ക്ക് ആവണിപ്പൂക്കൾ എന്നാണ് നാട്ടുകാർ വിളിക്കുന്ന പേര്. ചാറ്റിലാംപാടത്തും പരിസരത്തുമല്ലാതെ മേഖലയിൽ മറ്റൊരിടത്തും ഈ ഇനം ചെടികൾ കാണപ്പെടുന്നില്ല. സാധാരണയായി ജൂലൈ മാസത്തിലാണ് ഇവ പുഷ്പിക്കുന്നത്. ഓരോ ചെടിയിലും നിരവധി പൂക്കൾ വിരിയും. മഴയുടെ ശക്തി കുറഞ്ഞ വെയിൽ കനക്കുന്നതോടെ വാടിപ്പോകുന്ന പൂക്കളും ചെടികളും പിറ്റേ വർഷം മഴക്കാലത്താണ് വീണ്ടും വളർന്നു പൂക്കുന്നത്. ഓണക്കാലത്ത് മാത്രം ദൃശ്യമാകുന്ന പൂക്കളുടെ നിറശോഭ ആസ്വദിക്കാൻ ഒട്ടേറെ പേർ ചാറ്റിലാംപാടത്തേക്ക് എത്തുന്നുണ്ട്. NCTVയുടെ എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ നേർന്ന് KK രാമചന്ദ്രൻ MLA. എല്ലാ NCTV പ്രേക്ഷകർക്കും എൻ്റെ ഓണാശംസകൾ. ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികൾ നമ്മളുടെ സംസ്ഥാനത്ത് വയനാട് ജില്ലയിലെ
മുണ്ടക്കയിലും ചൂരൽമലയിലും അതുപോലെ തന്നെ പുച്ചിരി മട്ടത്തൊക്കെ ഉണ്ടായ വലിയ ദുരന്തം, അതിനെ തുടർന്ന് വളരെ ലളിതമായ രീതിയിലാണ് ഈ വർഷം പൊതുവിൽ ഓണാഘോഷങ്ങൾ സംഘടിപ്പിക്കുന്നത്. എങ്കിലും ഓണം തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ലളിതമായ പരിപാടികളോടെ എല്ലാവരും ഓണാഘോഷിക്കുകയാണ്. എല്ലാ NCTV പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഓണാശംസകൾ നേരുന്നു. നന്ദി. ഓണത്തോടനുബന്ധിച്ച് റിലീസ് ചെയ്ത പൊന്നോണത്തുമ്പി സംഗീത ആൽബം സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടുന്നു. എഴുത്തുകാരൻ സുഭാഷ് മൂന്നുമുറി രചന നിർവഹിച്ച സംഗീത ആൽബം ഉത്രാട ദിനത്തിലാണ് KK രാമചന്ദ്രൻ MLA യൂട്യൂബിലൂടെ റിലീസ് ചെയ്തത്. 24 മണിക്കൂറിനകം തന്നെ 1 ലക്ഷത്തോളം പേർ ഈ ഓണപ്പാട്ട് യൂട്യൂബിൽ കണ്ട് ആസ്വദിച്ചു. ഈ ഓണക്കാലത്ത് റിലീസ് ചെയ്ത ഓണപ്പാട്ടുകളിൽ മികച്ചതെന്ന് ആസ്വാദകർ വിലയിരുത്തുന്ന പൊന്നോണത്തുമ്പിയുടെ ഗായകൻ TP സന്തോഷാണ്. അജി ഡെൻ റോസ് ചാലക്കുടി ഈണം പകർന്ന ഈ വീഡിയോ ഗാനത്തിന്റെ ചിത്ര സംയോജനം നിർവഹിച്ചിട്ടുള്ളത് ജസ്റ്റിൻ മങ്കുഴിയാണ്. വരന്തരപ്പള്ളി പിടിക്കപ്പറമ്പ് സ്വദേശി അജി പിടിക്കപ്പറമ്പ് രചിച്ച പൊന്നിൻ പൂ എന്ന ഗാനം ശ്രദ്ധേയമാകുന്നു. സജയൻ മാങ്ങാട്ടാണ് ഗാനത്തിന് സംഗീതം നൽകിയിരിക്കുന്നത്. തിരക്കഥയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് അനിത് തെന്നലാണ്. ഒഴുകുന്ന പുഴ എന്ന ഗാനമാണ് അജിയുടെ ഇതിനു മുൻപ് റിലീസ് ചെയ്ത ഗാനം. രണ്ടാം കല്ല് ALP സ്കൂളിലെ ഓണാഘോഷവും വയനാട് ദുരിതാശ്വാസ നിധിയിലേക്കുള്ള ഫണ്ട് കൈമാറ്റവും നടന്നു. KK രാമചന്ദ്രൻ MLA ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പുതിയ വിദ്യാലയം നിർമ്മിക്കുന്നതിനുള്ള പെർമിറ്റ് MLA സ്കൂൾ പ്രധാനാധ്യാപകൻ നിക്സൺ പോളിന് കൈമാറി. പഠന സമുദായം വൈസ് പ്രസിഡന്റ് ശശികുമാർ തലക്കാട്ടിൽ അധ്യക്ഷനായി. PTA പ്രസിഡന്റ് തോബി തോട്ടിയാൻ ഓണപ്പതിപ്പ് പ്രകാശനം ചെയ്തു. PTA വൈസ് പ്രസിഡന്റ് അനൂപ് ചന്ദ്രൻ, MPTA പ്രസിഡന്റ് ശ്രുതി നിഖിൽ, SSG പ്രസിഡന്റ് മഞ്ജു ഷിബു, അധ്യാപകരായ നിബിത ജോൺ, ജെസി ജോൺ എന്നിവർ സംസാരിച്ചു. വരന്തരപ്പള്ളി വിവേകാനന്ദ വിദ്യാനികേതൻ സെൻട്രൽ സ്കൂളിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് അംഗം ഷൈജു പട്ടിക്കാട്ടുകാരൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ K രമാദേവി, വിവേകാനന്ദ ട്രസ്റ്റ് ഡയറക്ടർ തിലകൻ അയ്യഞ്ചിറ, വിദ്യാലയ സമിതി പ്രസിഡന്റ് VV നാരായണൻ എന്നിവർ സംസാരിച്ചു. വിവിധ കലാപരിപാടികളും ഓണസദ്യയും ഉണ്ടായിരുന്നു. മാവേലിയുടെ കുട്ടിപ്രതിമ കൊണ്ടൊരുക്കിയ പൂക്കളം കൗതുകമായി. ഒല്ലൂർ PG ഗോൾഡ് കവറിംഗ് എന്ന സ്ഥാപനത്തിലാണ് മാവേലിയുടെ കുട്ടിപ്രതിമ കൊണ്ട് വ്യത്യസ്തമാർന്ന പൂക്കളം തീർത്തത്. 1 അടി നീളമുള്ള 1001 കുട്ടിപ്രതിമകളാണ് പൂക്കളത്തിനായി ഉപയോഗിച്ചത്. മാനേജ്മെന്റും ജീവനക്കാരും ഒത്തുചേർന്നാണ് ഈ ഓണനാളിൽ കൗതുക കാഴ്ചയൊരുക്കിയത്. നന്ദിപുലം ആറ്റപ്പള്ളിയിൽ ട്യൂഷൻ സെന്ററിൽ ഓണാഘോഷം നടത്തി. അധ്യാപികയായ ആഷ്ന നേതൃത്വം നൽകി. ഓണപ്പൂക്കളമിട്ടും ഓണപ്പാട്ടുകൾ പാടിയും ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. തിരുവാതിരക്കളി, കൈക്കുട്ടികളി തുടങ്ങി കലാപരിപാടികളും ബ്രാഞ്ചുകളെ ഉൾപ്പെടുത്തി പൂക്കള മത്സരം, ഓണസദ്യ, ഘോഷയാത്ര എന്നിവയും ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ചു. പരിപാടികൾക്ക് KC പ്രദീപ്, മാനേജിംഗ് ഡയറക്ടർ KV ശിവകുമാർ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ VV രാജേഷ് എന്നിവർ നേതൃത്വം നൽകി. KM വിജയരാഘവൻ, MR റപ്പായി, PL ബാബു, KM സിദ്ധാർത്ഥൻ എന്നിവർ സംസാരിച്ചു. സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു ഓണം എല്ലാവർക്കും നേരുന്നു. പ്രിയമുള്ള ഞങ്ങളുടെ അഭ്യുദയകാംക്ഷികൾക്കും ഞങ്ങളുടെ കൂടപ്പിറപ്പുകൾക്കും വിൻകോസ്റ്റ് ഫാമിലിക്കാകെ വിൻകോസ്റ്റിന്റെ ഓണാശംസകൾ. കഴിഞ്ഞ 18 വർഷമായി നന്ദിക്കരയിൽ പ്രവർത്തനം ആരംഭിച്ച് ഈ രീതിയിലെത്തിയ വിൻകോസ്റ്റ് ഗ്രൂപ്പിന്റെ വളർച്ചയ്ക്ക് താങ്ങും തണലുമായി നിന്ന മുഴുവൻ വിൻകോസ്റ്റിന്റെ കുടുംബാംഗങ്ങൾക്കും അഭ്യുദയകാംക്ഷികൾക്കും ഞങ്ങളുമായി സഹകരിക്കുന്ന മുഴുവൻ കേരളത്തിലെ ജനസമൂഹത്തിനും എല്ലാവിധ നന്മകളുടെയും ഓണാശംസകൾ നേരും. എല്ലാവർക്കും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ഒരു ഓണം വരവായി വിൻകോസ്റ്റ് ഗ്രൂപ്പിന്റെ വക എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. മറ്റു വാർത്തകളിലേക്ക്. ഉത്രാടപ്പാച്ചിലിൽ ദേശീയപാതയിലും പാലിയേക്കര ടോൾ പ്ലാസയിലും വാഹന തിരക്കേറി. പുതുക്കാട് ആമ്പല്ലൂർ സിഗ്നലുകളിലും വലിയ തിരക്കായിരുന്നു. ഉത്രാട ദിവസം വൈകിട്ട് തിരക്ക് ഏറെയായി. ടോൾ പ്ലാസയ്ക്ക് ഇരുഭാഗത്തുമുള്ള മണലി പാലിയേക്കര പാലങ്ങളുടെ മുകളിൽ വരെ ടോളിലേക്കുള്ള വരികൾ നീണ്ടു.
ഏറെ ബുദ്ധിമുട്ടിയാണ് വാഹനങ്ങൾ ദേശീയപാതയിലൂടെ കടന്നുപോയത്. ആമ്പല്ലൂരിൽ 3ഉം 4ഉം തവണ കാത്തുകിടന്നാണ് സിഗ്നൽ കടക്കാനായത്. തൃശൂർ ഭാഗത്തേക്കായിരുന്നു തിരക്ക് ഏറെയും. തിരക്ക് അനിയന്ത്രിതമാകുമ്പോൾ ടോൾ ബൂത്തുകൾ തുറന്നിടണമെന്ന ആവശ്യം യാത്രക്കാർ ഉയർത്തിയെങ്കിലും ടോൾ അധികൃതർ ചെവികൊണ്ടില്ല. നിയമത്തിന്റെ പരിരക്ഷ ചൂണ്ടിക്കാണിക്കുന്നതിനാൽ പോലീസ് അധികൃതരും വിഷയത്തിൽ കാര്യമായി ഇടപെട്ടില്ല. ഇതോടെ യാത്രക്കാർ ഏറെ ദുരിതത്തിലായി. തട്ടിൽ പഴുങ്കാരൻ അന്തോണി ഭാര്യ ട്രേസയുടെ 4ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പഴുങ്കാരൻ അന്തോണി കല്ലൂർ ഭരത പുനർജീവനിൽ വീൽചെയറിൽ കഴിയുന്ന 4 കുടുംബങ്ങൾക്ക് വീടുകൾ നിർമ്മിച്ചു നൽകി. പുനർജീവൻ ആശ്രമത്തിൽ ഓണസദ്യ ഒരുക്കുകയും ചെയ്തു. ചടങ്ങിന്റെ ഉദ്ഘാടനം റവന്യൂ മന്ത്രി കെ രാജൻ നിർവഹിച്ചു. കെ രാമചന്ദ്രൻ MLA അധ്യക്ഷനായിരുന്നു. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അംഗം ലിൻഡോ തോമസ്, മനു പഴുങ്കാരൻ, അന്തോണി പഴുങ്കാരൻ എന്നിവർ സംസാരിച്ചു. കല്ലൂർ സെന്റ് റാഫേൽസ് പള്ളിയിൽ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ഡേവിസ് പട്ടത്ത് നേതൃത്വം നൽകി. ഫാദർ ജോബിൻ മാപ്രക്കരോട്ട് സഹകാർമ്മികനായി. 50 വർഷത്തെ വ്രതവാഗ്ദാനത്തിന്റെ ഓർമ്മയ്ക്കും 40ാമത് പൗരോഹിത്യ വർഷത്തിന്റെ ഓർമ്മയ്ക്കും പഞ്ചവർണ സ്നേഹാശ്രമത്തിന്റെ 1ാം വീടിന്റെ ആശീർവാദ കർമ്മത്തിന് ഫാദർ ഡേവിസ് പട്ടത്ത് നേതൃത്വം നൽകി. 2ാമത്തെ വീടിന്റെ കട്ടിളവെപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. കല്ലൂർ ഭരത പുനർജീവൻ ആശ്രമം ഡയറക്ടർ ബ്രദർ മാത്യൂസ് ചുങ്കാൽ അധ്യക്ഷനായിരുന്നു. തൃശൂർ ലയൺസ് ക്ലബ്ബാണ് വീട് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഭരത പുനർജീവൻ ആശ്രമത്തിലെ മകന്റെ വീട് എന്ന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വീടുകൾ നിർമ്മിച്ചത്. 400 പേർക്ക് ഓണസദ്യയും ഒരുക്കിയിരുന്നു. മാവേലി നാടുവാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി മനുഷ്യനും കുഞ്ഞുമോൾക്കുമായി നമ്മുടെ പ്രിയ നിറഞ്ഞ മന്ത്രിയും പഞ്ചായത്ത് പ്രസിഡന്റും അനുഗ്രഹിച്ച് ആസ്വദിച്ച ഭവനത്തിനുള്ളിലാണ് നമ്മളിപ്പോൾ ഓരോരുത്തരും. ഈ ഭവന നിർമ്മിതിക്ക് വേണ്ടി അധ്വാനം തുടങ്ങിയ നിമിഷം ഞാൻ ഓർക്കുന്നുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ സാന്നിധ്യം കൊണ്ടും ആളുകൊണ്ടും അർത്ഥം കൊണ്ടും സഹായിച്ച നിരവധി പേരുണ്ടെന്ന് അപ്പച്ചൻ മാത്യൂസ് ഇവിടെ പ്രഖ്യാപിക്കുകയുണ്ടായി, പറയുകയുണ്ടായി. എന്തുകൊണ്ടാണോ എന്നോടൊരു പ്രത്യേകമായ സ്നേഹം മാത്യൂസ് കാണിക്കുന്നുണ്ട്. മാത്യൂസിനെ കുറിച്ചൊരു വാക്ക് പറയാതെ പോകാനാവില്ല. കാരണം ഇങ്ങനെ ആത്മസമർപ്പണത്തോടെ ജീവിക്കുന്ന ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്, നമ്മളൊക്കെ കിടക്കുന്ന കട്ടിലിൽ അതിലെ തലയിണയില്ലാത്തതിൻ്റെ പ്രശ്നവും കിടക്ക സുഖമല്ലാത്തതിൻ്റെ പ്രശ്നവും എപ്പോഴെങ്കിലും ഒരു ദുസ്വപ്നം കണ്ട് ഉണർന്നാലുണ്ടാകുന്ന പ്രശ്നവും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു കാലത്ത് ഒരു പ്രസംഗത്തിനുള്ള ഒരു നിലയിലുള്ള സമയമില്ല. മാത്രമല്ല ഞാൻ കൂടുതൽ പ്രസംഗിക്കുന്നതെന്നാണ് തോന്നിയിട്ടുണ്ടാകുന്നത്. 2 പരിപാടികളുടെ സമയമാണ് മിനിസ്റ്ററുടെ അവിടെ തിരിച്ചേരി എൻ്റെ നാട്ടിലോ അവരുടെ അവിടെ സംഘടിക്കും. അവിടെ പറഞ്ഞിട്ട് അതൊരു കൂടുതലായിട്ടും കടന്നു പറയാം. കല്ലൂർ മാവിൻ ചുവടിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ 2 പേർക്ക് പരിക്കേറ്റു. സൊസൈറ്റിക്ക് സമീപം വെള്ളിയാഴ്ച രാത്രി 11 മണിക്കായിരുന്നു സംഭവം. കല്ലൂർ പള്ളിക്കുന്ന് കിഴക്കൂട്ട് സതീശന്റെ മകൻ 25 വയസ്സുള്ള സംഗീത, കിഴക്കൂട്ട് ജയന്റെ മകൻ 23 വയസ്സുള്ള ശ്രീരാഗ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ഇരുവരെയും തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽപ്പെട്ട ബൈക്ക് 20 മീറ്റർ അകലെയുള്ള കടയുടെ മുൻപിലേക്ക് തെറിച്ചു വീണു. നാട്ടുകാർ ചേർന്നാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. CPM ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് പുതുക്കാട് സർവകക്ഷി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. കെ രാമചന്ദ്രൻ MLA അധ്യക്ഷനായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ്, CPI ലോക്കൽ സെക്രട്ടറി സുനന്ദ ശശി, BJP നേതാവ് ജിബിൻ പുതുപ്പള്ളി, കേരള കോൺഗ്രസ് നേതാവ് MP പോളി, കേരള കോൺഗ്രസ് മാണി വിഭാഗം നേതാവ് ജോസഫ് അമരത്തുപറമ്പിൽ, ജില്ലാ പഞ്ചായത്ത് അംഗം സരിത രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അൽജോ പുളിക്കൻ എന്നിവർ സംസാരിച്ചു. ഈ അനുശോചന യോഗം അധ്യക്ഷത വഹിച്ച നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട സഖാവ്
പ്രിയപ്പെട്ട MLA സഖാവ് KK രാമചന്ദ്രനെ ആദ്യമേ തന്നെ നന്ദി അറിയിക്കുന്നു. പ്രകാശ് കാരാട്ട് ഒഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയത്. അതുപോലെ തന്നെ രാജ്യസഭയിൽ 2 ടേം 12 വർഷം 2005 മുതൽ 17 വരെയുള്ള 2 ടേം ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാ മെമ്പർ എന്ന നിലയിൽ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. ബഹുമാനിലും ആദരണീയനുമായിരുന്ന CPIM-ൻ്റെ കേന്ദ്ര കമ്മിറ്റി ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയും ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത പ്രിയപ്പെട്ട സഖാവ് സീതാറാം യെച്ചൂരി നമ്മെ വിട്ടുപോയിട്ട് 2 ദിവസങ്ങളായി. സീതാറാം യെച്ചൂരി ജനങ്ങളെല്ലാം സ്നേഹിക്കുന്ന, ബഹുമാനിക്കുന്ന, രാഷ്ട്രീയത്തിന് അതീതമായി നോക്കിക്കാണുന്ന ഒരു നേതാവായി. വായിച്ചറിഞ്ഞും കേട്ടറിഞ്ഞുമൊക്കെ ആ സഖാവ് CPIM-ൻ്റെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിരുന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെയും അതുപോലെ രാജ്യത്തിൻ്റെയും പ്രസന്ന മുഖങ്ങളിൽ ഒന്നായിരുന്നു സീതാറാം യെച്ചൂരി. ഇന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ജനകീയ മുഖങ്ങളിൽ നിലനിർത്തുന്നുണ്ടെങ്കിൽ ആ ജനകീയ മുഖങ്ങളിൽ ഒരാളായിരുന്നു സഖാവ് സീതാറാം യെച്ചൂരി. CPM ദേശീയ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് പറപ്പൂക്കര തൊട്ടിപ്പാളിൽ സർവകക്ഷി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് ഉദ്ഘാടനം ചെയ്തു. AG രാധാമണി അധ്യക്ഷയായി. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ PT കിഷോർ, M ശ്രീകുമാർ, KK പ്രകാശൻ, PR രാജൻ, KV രാജ എന്നിവർ സംസാരിച്ചു. കൊടകര അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രത്തിൽ നിർമ്മിച്ച വൃന്ദാവൻ പാർക്ക് കുട്ടികൾക്കായി തുറന്നു. TS പട്ടാഭിരാമൻ, ബാലതാരങ്ങളായ ദേവനന്ദ, ശ്രീപത്, തിരക്കഥാകൃത്ത് അഭിലാഷ് പിള്ള എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ആമേട വാസുദേവൻ നമ്പൂതിരി, രാഷ്ട്രീയ സേവാ സംഘം പ്രാന്ത കാര്യവാഹ് PN ഈശ്വരൻ, SS മേനോൻ, KS പത്മനാഭൻ, ബാലഗോകുലം സംസ്ഥാന പ്രസിഡന്റ് R പ്രസന്നകുമാർ, ജനറൽ സെക്രട്ടറി KN സജി കുമാർ, സ്വാമി ദേവചൈതന്യാനന്ദ സരസ്വതി, ഹരികൃഷ്ണ ശ്രീകൃഷ്ണ കേന്ദ്രം ജനറൽ സെക്രട്ടറി ശശി അയ്യഞ്ചിറ, ട്രസ്റ്റ് NP ശിവൻ എന്നിവർ സംസാരിച്ചു. ഓണപ്പുടവ വിതരണം, വിവിധ കലാപരിപാടികൾ എന്നിവയും ഉണ്ടായിരുന്നു. ഓറ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പുതിയ സ്ഥാപനത്തിന്റെ ശിലാസ്ഥാപന കർമ്മം തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ നിർവഹിച്ചു. ലഹരിക്ക് അടിമപ്പെട്ട കുട്ടികൾക്കായാണ് റീഹാബിലിറ്റേഷൻ സെന്റർ നിർമ്മിക്കുന്നത്. KK രാമചന്ദ്രൻ MLA മുഖ്യപ്രഭാഷണം നടത്തി. ഓറ സെക്രട്ടറി സിസ്റ്റർ ജീസ് തെരേസ്, CSC സന്യാസ സമൂഹത്തിന്റെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ റിൻസി, പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ വെൺമ, നെന്മണിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് TS ബൈജു, ഫാദർ വർഗീസ് കാഞ്ഞിരത്തിങ്കൽ, ഓറ റീഹാബിലിറ്റേഷൻ സെന്റർ പ്രൊജക്ട് ജനറൽ കൺവീനർ വിൻസെന്റ് ജോസഫ് എന്നിവർ സംസാരിച്ചു. അപ്പോൾ ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ ആരംഭത്തിൽ തന്നെ ദൈവവചനം ധ്യാനിച്ച് മനനം ചെയ്ത് ഞങ്ങളുടെ ഫൗണ്ടർ ധന്യനായ അഗസ്റ്റിൻ ജോൺ ഓക്കനച്ചൻ ഞങ്ങളോട് ആരംഭത്തിൽ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ദൈവം ആവശ്യപ്പെടുന്നിടത്തേക്ക് നിങ്ങൾ വിവേകത്തോടെ കടന്നു ചെല്ലുക. ഒരു ഫൗണ്ടേഷൻ ആവശ്യമായിട്ടുള്ള ഒരു പൈസ മാത്രമേ ഇപ്പോൾ നമ്മുടെ കയ്യിലായിട്ടുള്ളൂ. ഈ ഒരു സമയത്ത് വെച്ചിട്ട് തന്നെ നമ്മളിപ്പോൾ തുടങ്ങുവാണ്. ഇനി നമ്മുടെ നാട്ടുകാരാണ് ഒരുപാട് നമ്മളെ സഹായിച്ചിട്ടുള്ളത്. ചിറ്റശ്ശേരിക്കാരും പിന്നെ നമ്മുടെ ഈ ഓരോ കമ്മിറ്റിയിലുള്ള ഏതാനും വ്യക്തികളാണ് ഇതിൻ്റെ പിന്നിൽ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ബൈബിളിലെ സങ്കീർത്തനം 126. കർത്താവ് ഭവനം പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം നിഷ്ഫലമാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. വിദ്യാർത്ഥികളിലെ ഇത്രയും നിശ്ചയദാർഢ്യത്തോടുകൂടി ഒരു ദർശനത്തോടെ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുകയും അതിൻ്റെ ഓരോ ഘട്ടത്തിലും കൃത്യമായ കാൽവെപ്പുകൾ നടത്തുകയും ചെയ്ത വേറൊരു സെൻറ് തോമസ് കോളേജിൻ്റെ അലൂമിന ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് സിസ്റ്ററിന് ഞാൻ ആദ്യമേ തന്നെ ഏറെ അഭിനന്ദനങ്ങൾ നേരുകയാണ്. പുതിയ കാലത്ത് രൂപപ്പെട്ടു വന്നിട്ടുള്ള ചില പ്രവണതകൾ, ലഹരിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാൻ, അതിലിടപെടാൻ, അതിൽ നിന്നെല്ലാം അവരെ മുക്തി നേടിക്കാൻ വേണ്ടിയൊക്കെ നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഔറ എന്ന ഈ സ്ഥാപനം
ഈ പ്രസ്ഥാനം. എന്നെ ഇങ്ങനെ ഒരു സംരംഭത്തിന് വിളിച്ച് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി. ഉത്രാട ദിനത്തിൽ സ്വർണ്ണവിലയിലും മുന്നേറ്റം. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന റെക്കോർഡ് വിലയാണ് സ്വർണ്ണവിലയിൽ ഉണ്ടായത്. പവന് 320 രൂപയാണ് ഒറ്റയടിക്ക് വർദ്ധിച്ചത്. വെള്ളിയാഴ്ച 960 രൂപയാണ് വർദ്ധിച്ചത്. ഇതോടെ ഒരു പവൻ സ്വർണത്തിന്റെ വില 55,000-ന് അടുത്തെത്തി. 54,920 രൂപയാണ് ശനിയാഴ്ചത്തെ വില. 1 ഗ്രാം സ്വർണത്തിന് 6,865 രൂപയായി. വെള്ളി വിലയിലും വിലക്കയറ്റം തുടരുകയാണ്. ഗ്രാമിന് 2 രൂപ വർദ്ധിച്ച് 95 രൂപയായി. കൊടകര ICDS പ്രൊജക്ടിന്റെ നേതൃത്വത്തിൽ പോഷക മാസാചരണത്തിന്റെ ഭാഗമായി പോഷകാഹാര പ്രദർശന മേള സംഘടിപ്പിച്ചു. അളഗപ്പ നഗർ, തൃക്കൂർ, നെന്മണിക്കര, പുതുക്കാട് പഞ്ചായത്തുകളിലെ അങ്കണവാടി പ്രവർത്തകരാണ് പോഷകാഹാര പ്രദർശനം നടത്തിയത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MR രഞ്ജിത്ത്, BDO നിഖിൽ, ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ എന്നിവർ സന്നിഹിതരായിരുന്നു. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഓംബുഡ്സ്മാൻ സിറ്റിംഗ് തിങ്കളാഴ്ച നടക്കും. രാവിലെ 11-ന് തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ വെച്ചാണ് സിറ്റിംഗ് നടത്തുന്നത്. കൊടകര ഗ്രാമപഞ്ചായത്തിന്റെ 2024-25 വർഷത്തെ 1/10/2024 മുതൽ 31/3/2025 വരെയുള്ള കാലയളവിൽ ജോലി ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള അലോപ്പതി ഡോക്ടർമാരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകർ MBBS യോഗ്യത ഉള്ളവരും TCMC രജിസ്ട്രേഷൻ ഉള്ളവരും ആയിരിക്കണം. 23-ന് ഉച്ചയ്ക്ക് 12 മണിക്ക് മുൻപ് മെഡിക്കൽ ഓഫീസർ, കുടുംബാരോഗ്യ കേന്ദ്രം, കൊടകര, കൊടകര PO 680684 എന്ന വിലാസത്തിൽ യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി സഹിതം അപേക്ഷകൾ ഓഫീസിൽ ലഭിച്ചിരിക്കണം. കൊടകര ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. 24-ന് രാവിലെ 10-ന് കൂടിക്കാഴ്ച നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് കൊടകര കുടുംബാരോഗ്യ കേന്ദ്രവുമായി ബന്ധപ്പെടുക. സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6,865 രൂപ, പവന് 54,920 രൂപ. മുപ്ലിയം ഉപ്പുഴി അത്തിക്കായി പരേതനായ പ്രകാശൻ ഭാര്യ ലളിത അന്തരിച്ചു. 72 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പ്രശാന്ത്, ലതീഷ് എന്നിവർ മക്കളും ഭവ്യ, നിമിഷ എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. തിരുവോണം ആഘോഷത്തിമിർപ്പിലാക്കാനുള്ള ഉത്രാടപ്പാച്ചിലിന്റെ തിരക്കിലമർന്ന് നാടും നഗരവും. കല്ലൂർ മാവിൻ ചുവടിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച് ബൈക്ക് യാത്രികരായ 2 പേർക്ക് പരിക്കേറ്റു. കൊടകര അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രത്തിൽ നിർമ്മിച്ച വൃന്ദാവൻ പാർക്ക് കുട്ടികൾക്കായി തുറന്നു. ഓറ റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ പുതിയ സ്ഥാപനത്തിന്റെ ശിലാസ്ഥാപന കർമ്മം തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ നിർവഹിച്ചു. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേക്ഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജകമണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.